വെൽക്കം ടു PSC ടിപ്സ്. എല്ലാവർക്കും PSC ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻവർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾ എക്സാം പോലെ അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, അതിന് ആൻസർ ചെയ്യുക. അങ്ങനെ ഇതിൽ 19 ക്വസ്റ്റ്യനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ശരിയായത് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോയ്ക്ക് താഴെ കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? KN രാജ്. KN രാജാണ് കേട്ടോ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഇന്ത്യ മുൻഗണന നൽകിയത് ഏതിനാണ്? ആൻസർ ചെയ്യുക കേട്ടോ നിങ്ങൾ. കൃഷിക്കാണ്. കൃഷിക്കാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലൂടെ കൈവരിച്ച വളർച്ചാ നിരക്ക് എത്രയാണ് വളർച്ചാ നിരക്ക് കൈവരിച്ചത്? 3.6%. എത്രയാണ്? 3.6% ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ കാലയളവ് എത്രയാണ് കാലയളവ്? 51 to 56 കേട്ടോ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഓപ്ഷൻ എ ആണ് കേട്ടോ. 1953 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ദേശീയ തലത്തിൽ 55 പദ്ധതികൾ തുടക്കം കുറിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ്? 1952 ഒക്ടോബർ 2 കേട്ടോ. പിന്നെ താഴെ പറയുന്നതിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധം ഇല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ബന്ധമില്ലാത്തത് ചോദിക്കുന്നുണ്ട്. ഏതാ ഓപ്ഷൻ വായിക്കുക? കൃഷി, ജലസേചനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി. അത് ശരിയാണോ? ആണ്. സാമൂഹ്യ വികസന പദ്ധതി ആരംഭിച്ചു. ഇത് ഓപ്ഷൻ. അത് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് ആരംഭിച്ചു. വ്യാവസായിക പദ്ധതി എന്നുള്ളത് ഇതിൽ പെടുന്നതല്ല കേട്ടോ. അത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് അവർ 2.1% ആയിരുന്നു കേട്ടോ. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ന് ചോദിക്കേണ്ടത്. ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. താഴെ നൽകിയിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവന എന്ന് ചോദിക്കുന്നത്. ഏതാണ്? ത്വരിതഗതിയുള്ള വൽക്കരണത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി. മഹാലനോബിസ് പദ്ധതി എന്ന പേര് ഇത് അറിയപ്പെടുന്നു. ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അടുത്തത്, രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന എന്നാണ് ക്വസ്റ്റ്യൻ. രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട് വളർച്ചാ നിരക്ക് 4.27%, കൈവരിച്ചത് 4.5% ആയിരുന്നു. റൂർക്കേല ഇരുമ്പുരുക്കുശാല സ്ഥാപിക്കാൻ സഹായിച്ച രാജ്യം റഷ്യയാണ്. മഹാലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നു. ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല സ്ഥാപിക്കാൻ സഹായിച്ച രാജ്യം ബ്രിട്ടനാണ്. അപ്പോൾ ഇതിലെന്താ ഓപ്ഷൻ ശരിയായത്? മഹാലനോബിസ് എന്ന് പറഞ്ഞത് ശരിയാണ്. ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല സ്ഥാപിക്കാൻ സഹായിച്ച രാജ്യം ബ്രിട്ടനാണ്. അപ്പോൾ അത് രണ്ടുമാണ് കേട്ടോ ശരി. ബാക്കി രണ്ടും തെറ്റാണ്. നാഷണൽ ഹൈവേ ആക്ട് നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കേട്ടോ. ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇതിൽ ശരിയായ പ്രസ്താവന, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 1956 സെപ്റ്റംബർ 1 നിലവിൽ വന്നു. ശരിയാണോ? ആണ്. മുംബൈയിലെ യോഗക്ഷേമ എന്ന പേരിൽ LICയുടെ ആസ്ഥാനം നിലകൊള്ളുന്നു. അതും ശരിയാണ്. അപ്പം നമുക്ക് ഈ ഓപ്ഷൻ 2 പ്രസ്താവനകൾ ശരിയാണ് എന്നുള്ളതാണ് ശരി. അടുത്തത്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം എന്നാണ് സ്ഥാപിച്ചത്? 1958 കേട്ടോ. 1958 ഇന്ത്യയും പാകിസ്ഥാനുമായി സിന്ധു നദീജല ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. കറക്റ്റ് 1960 ഇന്ത്യയിൽ ടെലിവിഷൻ പ്രക്ഷേപണം ആരംഭിച്ച വർഷം എന്നാണ് ഇന്ത്യയിൽ ടെലിവിഷൻ പ്രക്ഷേപണം ആരംഭിച്ചത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1959 അടുത്ത, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ് സ്ഥാപിച്ച? റൂർക്കേലിനെ സഹായിച്ചത് ആരാണ്? റൂർക്കേല ജർമ്മനിയാണ് കേട്ടോ. ജർമ്മനിയാണ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ നിർമ്മിതമായത്? ഭിലായി ഓപ്ഷൻ എ ആണ്. റഷ്യയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവന ഏതാണ് തെറ്റായത്? 1950 ഒന്നാം പദ്ധതി ആരംഭിച്ചു. അത് ശരിയാണോ? അല്ലേ? അത് ശരിയാണോ ചോദിക്കുന്നുണ്ട്. എന്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി ഉപാധ്യക്ഷൻ ഗുൽസാല നന്ദയായിരുന്നു. ഓപ്ഷൻ ഏതാണ് ശരി? ഒന്ന് ശരിയാണ്. 1950 ഒന്നാം പദ്ധതി ആരംഭിച്ചു. ഒന്നാം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാല നന്ദയായിരുന്നു. ഇതിൽ ചോദിച്ചിരിക്കുന്ന തെറ്റായ പ്രസ്താവനയാണ്. അത് ഒന്നാമത്തെ തെറ്റാണ് കേട്ടോ. പിന്നെ വരുന്നത് 4ാമത്തെയും കൂടെ തെറ്റാണ്. എന്താണ്? സോവിയറ്റ് യൂണിയൻ സഹായത്തോടുകൂടി ഇന്ത്യക്ക് ഉരുക്കു നിർമ്മാണശാല സ്ഥാപിച്ചു എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ബാക്കി 2 ഓപ്ഷൻ ശരി. 2, 3 ശരിയാണ്. അത് വായിക്കാം. ഒന്നാം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാല നന്ദയായിരുന്നു. ലക്ഷ്യം കാർഷിക പുരോഗതി. അത് ശരിയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക്